2023 ഏതാണ്ട് ഇതേ സമയത്ത് ശ്രീകാന്ത് എന്ന യുവാവിനെ കാണാതായതാണ്. ഇന്ന് തിരോധാനം കൊലപാതകമെന്ന വിവരം പുറത്തെത്തുകയാണ്. ശ്വാസം മുട്ടിച്ച് കൊന്ന കശാപ്പ് കത്തികൊണ്ട് വെട്ടിനുറുക്കി നദിയിൽ തള്ളുകയായിരുന്നു. CBCID പിടികൂടിയത് ഈ ശ്രീകാന്തിന്റെ പിതാവിനെയും സുഹൃത്തുക്കളെയും. സ്വത്ത് ചോദിച്ചതിൽ പ്രകോപിതനായ പിതാവിന്റെ പ്രതികാര കൊലപാതകം. MGR നഗർ സ്വദേശി ബാലമുരുകൻ, ഇയാളുടെ സുഹൃത്ത് അലക്സ് എന്നിവരെയാണ് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലപ്പെട്ടത് ബാലമുരുകന്റെ മകൻ ശ്രീകാന്താണ്. ബാലമുരുകന്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണ് ശ്രീകാന്ത്. അമ്മയ്ക്കും തനിക്കും സ്വത്തിൽ അവകാശം വേണമെന്നാവശ്യപ്പെട്ട ശ്രീകാന്ത് ബാലമുരുകനുമായി വഴക്കുണ്ടാക്കിയിരുന്നു. ജൂലൈ 9 ശ്രീകാന്തിനെ കാണാതാകുന്നത്. തന്നിലേക്ക് സംശയം നീളാതിരിക്കാൻ ബാലമുരുകനും മകനെ തിരയാനും പോലീസിൽ പരാതി നൽകാനുമൊക്കെ ആദ്യ ഭാര്യയോടൊത്ത് സഹകരിച്ചിരുന്നു. എന്നാൽ കേസിൽ കാര്യമായ തുമ്പൊന്നും ലഭിച്ചില്ല. ഇതോടെ ശ്രീകാന്തിന്റെ അമ്മ രാജലക്ഷ്മി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം CBCID ഏറ്റെടുത്തു. ബാലമുരുകന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. CBCIDയുടെ ചോദ്യം ചെയ്യലിൽ പ്രതി അലക്സ് സംഭവം തുറന്നു പറഞ്ഞു. ശ്രീകാന്തിനെ കാണാതായ ദിവസം തന്നെയാണ് കൊല നടത്തിയിരിക്കുന്നത്. അരൺമനപ്പുത്തൂരിലെ മുല്ലനഗറിന് സമീപത്തെ ശ്മശാനത്തിന് സമീപം ശ്രീകാന്തിനെ ബാലമുരുകൻ, സുഹൃത്തുക്കളായ അലക്സ്, കറുപ്പസ്വാമി എന്നിവർ ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു. ശേഷം കശാപ്പിന് ഉപയോഗിക്കുന്ന കത്തികൊണ്ട് മൃതദേഹം കൊത്തി നുറുക്കി മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളമെത്തുന്ന കനാലിലെറിഞ്ഞു. ഡാമിൽ നിന്നും അധികം വെള്ളം കൊണ്ടുപോകുന്ന സമയമായതിനാൽ മൃതദേഹം കണ്ടെത്താനുമായില്ല. ശ്രീകാന്തിന്റെ മൃതദേഹം കൊത്തിനുറുക്കാൻ ഉപയോഗിച്ച 2 കത്തികൾ താമരക്കുളം ഭാഗത്തു നിന്നും കണ്ടെത്തി. കറുപ്പസ്വാമിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾക്കു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.